എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് സാമ്പാർ പൊടിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വഴുതനങ്ങ, ഒരു ചെറിയ പീസ് ചേന, ഒരു തക്കാളി, ഒരു മുരിങ്ങയ്ക്ക. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് തുവരംപരിപ്പും ഒരു 1/4 കപ്പ് പയറുപരിപ്പും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പയറുപരിപ്പ് സാമ്പാറിൽ ചേർക്കാറില്ല, പക്ഷെ ഒന്ന് ചേർത്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും സാമ്പാറിന്. നമുക്ക് ഈ പരിപ്പ് രണ്ടും കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലിന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്, പ്രഷറും നല്ലപോലെ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കണം. മുരിങ്ങയും വഴുതനങ്ങയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. പുളി കുറവാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഇഡലിക്ക് ഉപയോഗിക്കുന്ന സാമ്പാറാണെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കേണ്ട കാര്യമില്ല, തക്കാളിയുടെ പുളി തന്നെ മതിയാവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്, പ്രഷറും റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു 1/4 ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ സാമ്പാറിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വറുത്ത് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ തുവരംപരിപ്പും 1/2 ടീസ്പൂൺ ജീരകവും, ഇത് 3ഉം കൂടി ഒരു പാനിലിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ചുവന്ന് വരുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളകും. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്, ഉലുവയും ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ കരിയാൻ പാടില്ല, നല്ല ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ പൊടികൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മാറ്റി വെച്ചിരുന്ന മുരിങ്ങയ്ക്കയും വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുരിങ്ങയ്ക്ക പ്രഷർ കുക്കറിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ സാമ്പാറെല്ലാം കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് മുരിങ്ങയ്ക്ക നല്ലപോലെ വെന്തുടഞ്ഞിട്ട് അതിൻ്റെ നാര് മാത്രമാവും. അതുപോലെ തന്നെ വഴുതനങ്ങയും വെന്തുടഞ്ഞിട്ട് ആ കുരു മാത്രമായിട്ട് കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ സാമ്പാർ നല്ലപോലെ തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും നല്ലപോലെ വെന്ത് കിട്ടും. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉഴുന്നും ജീരകവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു നല്ല തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സാമ്പാർ ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ പരിപ്പെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുള്ളത് കാരണം തണുക്കുമ്പോഴത്തേക്ക് സാമ്പാർ നല്ലപോലെ കുറുകി വരും ഒന്നും കൂടെ. ഇതിനകത്തോട്ട് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ മെത്തേഡിൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്.